ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ കാലും അല്ലാത്ത പീസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പം നമ്മൾ അതിന് വേണ്ടി ചിക്കൻ എല്ലാം വാങ്ങി കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ആദ്യം നമ്മൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുള്ളി, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുള്ളിയോട് പ്രത്യേക ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ കുഞ്ഞുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും പിന്നെ ചതച്ച വറ്റൽമുളക് നമ്മൾ തന്നെ ചതച്ചതാണ്. അപ്പം ചതച്ച വറ്റൽമുളക് അല്ലാത്തവർക്ക് പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. നമ്മൾ ചതച്ച വറ്റൽമുളക് ഇട്ടേക്കുന്നത്. അതും കൂടെ നമ്മുടെ ഈ വരഞ്ഞ് വെച്ചേക്കുന്നത് നമ്മൾ വരഞ്ഞ് വെക്കണം കേട്ടോ. ചിക്കൻ കാലൊക്കെ നമ്മൾ വലിയ പീസൊക്കെ നമ്മൾ ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനകത്തേക്ക് നമ്മൾ നമ്മൾ അരച്ച് വെച്ച മസാലക്കൂട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിൽ നമ്മൾ ഇവിടെ എല്ലാവർക്കും എരിവ് ആവശ്യമുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എരിവ് വേണം. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി നമ്മൾ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടിയും ഇതൊക്കെ ഇട്ടാൽ മതി. ഞാൻ പൊടികളുടെ കണക്ക് ഞാൻ പറയുന്നില്ല, കാരണം പൊടികൾ അത്യാവശ്യം കൂടുതൽ എടുത്തിട്ടുണ്ട്. മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഒരു മണിക്കൂർ നമ്മൾ വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണ വെച്ചു. ചിക്കൻ കാലൊക്കെ നമ്മൾ അതിനകത്ത് ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വെളിച്ചക്കുറവൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അപ്പം നമ്മളിത് ചിക്കൻ വറുക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് സെറ്റായി വരട്ടെ. നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ വലിയ നമ്മൾ ഫ്ലെയിം കൂടുതൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും, നമ്മുടെ ചിക്കൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടത്തില്ല കേട്ടോ. അപ്പം നമ്മളിതാ ചിക്കനൊക്കെ ഒരു വശം നമ്മൾ വെന്തു, അടുത്ത വശത്തേക്ക് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. അടിപൊളി സൂപ്പർ ചിക്കൻ ഫ്രൈ ആട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും, അത്രയ്ക്ക് രുചിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലൊരു ടേസ്റ്റിൽ ചിക്കൻ ഫ്രൈ വേറെ കഴിച്ചിട്ടില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ്. അപ്പം നമ്മൾ ബാക്കി എല്ലാ ചിക്കനും നമ്മൾ വറുത്തെടുത്തു കേട്ടോ. അപ്പം ഇത് നമ്മളിനി കഴിക്കാൻ നമുക്കിതിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തിയാണ് കോമ്പിനേഷൻ വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എനിക്ക് ചാറ് കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ചപ്പാത്തിയും ഈ ചിക്കൻ ഫ്രൈയും കൂട്ടി കഴിക്കാൻ അടിപൊളി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റി ഈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പം ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.